നോർമൽ സാരി വെച്ചിട്ട് ഹാഫ് സാരി ഉടുത്തിട്ടുണ്ടെങ്കിലും ഈ സെറ്റ് സാരി വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. എന്തായാലും ഓണമൊക്കെ വരികയല്ലേ. സാരി ഉടുക്കുമ്പോൾ റൈറ്റ് സൈഡ് നമ്മൾ ടക്കിൻ ചെയ്യാറ്. ഇത് ലെഫ്റ്റ് സൈഡ്, അതായത് നേവലിന്റെ ആ ഒരു സെന്ററിന്റെ അവിടെ മുതൽ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ചുറ്റിയെടുത്തിട്ട് നമുക്ക് ഓരോ പ്ലീറ്റ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൈറ്റ് സൈഡ് വലിച്ച് കുത്തിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഓരോ പ്ലീറ്റ്സ് എടുക്കാനായിട്ട്. ഈ കൈ കണ്ടോ, ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഉള്ളിലേക്ക് മെറ്റീരിയൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീറ്റ് ഓരോന്നായിട്ട് അറേഞ്ച് ആയി കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ് എടുത്താലാട്ടോ താഴെ വരെ നമുക്ക് ആ ലെവലിൽ പ്ലീറ്റ് കിട്ടുള്ളൂ, വിടർന്ന് പോവാണ്ട്. അങ്ങനെ എൻഡ് വരെ പ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാട്ടോ നമ്മളത് കംപ്ലീറ്റ് തീർക്കണേ. ഇനി നമുക്ക് പല്ലുവിൻ്റെ പോർഷൻ എടുക്കാം കേട്ടോ. പല്ലു എടുത്തിട്ട് നമുക്കിനി പല്ലുവിൽ ചെറിയ ഓരോ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാം കേട്ടോ. സാരിക്ക് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എടുത്താൽ മതിയാവും. ദെൻ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഷോൾഡറിൽ കുത്തി കൊടുക്കാവേ. സാരി ഉടുക്കുമ്പോഴാണേലും ഹാഫ് സാരി ഉടുക്കുമ്പോഴാണേലും പല്ലുവിൻ്റെ ലെങ്ത്ത് നോക്കണം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. എന്നിട്ട് ചെസ്റ്റിലേക്ക് നമുക്ക് ആ പ്ലീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ സൈഡ് പോർഷൻ നമുക്ക് കിട്ടുന്നുണ്ടാവേ. ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ഉള്ളിലേക്ക് നീറ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഉള്ള പോർഷൻ സൈഡിലേക്ക് വലിച്ച് നമുക്ക് പിൻ ചെയ്താൽ മതിയാവും കേട്ടോ. ഒപ്പം നമുക്കൊരു ഹിപ്പ് ചെയിൻ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലുക്ക് കംപ്ലീറ്റ് ആവേ. നോർമൽ സാരി ഉടുക്കുന്നേക്കാൾ ഇനി ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. ഇതൊരു സിമ്പിൾ ലുക്കാണ് താനും, എന്നാൽ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി ആ പ്ലീറ്റ്സ് ഒക്കെ താഴേക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല നീറ്റ് ആയിട്ട് കിടക്കുന്നതായിരിക്കുവേ. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.